മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ ശ്രദ്ധേയമായ ചാഞ്ചാട്ടം തന്നെയായിരുന്നു ഈ വാരവും ഉണ്ടായത്. 10,800-നരികെയാണ് നിഫ്റ്റി ഈ വാരവും നീങ്ങിയത്. ചില ദിവസങ്ങളിൽ വിപണി നഷ്ടം രേഖപ്പെടുന്നതും നമ്മൾ കണ്ടു. ഏതായാലും മാർക്കറ്റ് വാച്ചിൽ പതുപോലെ ഹെഡ്ജ് ഇഗ്നിസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. പോയ വാരം വിപണിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ചില പ്രധാനപ്പെട്ട വാർത്തകൾ സ്വാഭാവികമായിട്ടും വിപണിയെ സ്വാധീനിക്കുന്നത് ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു ചാഞ്ചാട്ടവും വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? എങ്ങനെയാണ് താങ്കൾ പോയ വാരത്തെ കാണുന്നത്? ഈ വീക്ക് മൺഡേ മാർക്കറ്റ് ഒരു വീക്ക് ഓപ്പണിംഗ് തന്നെയായിരുന്നു. എന്നാൽ മൺഡേ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റ് ഒരു റിക്കവറി പാത്തിൽ തന്നെയായിരുന്നു. ഒരു അവസരത്തിൽ 10,604 വരെ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് വന്നിരുന്നു. ഒരു മേജർ സപ്പോർട്ട് ലെവലിനടുത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും റിക്കവറി സംഭവിച്ചു. അത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഈ ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ റിക്കവറി ലാസ്റ്റ് വീക്കെൻഡോടുകൂടി സംഭവിച്ചു. ചൈന ഒഴിച്ച് ബാക്കി ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ റിക്കവറി സംഭവിച്ചു. അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും വന്നു. ചില പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അതുപോലെ ചില ഡാറ്റകൾ വന്നതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് എല്ലാ എപ്പിസോഡിലും പറയുന്ന രീതിയിൽ വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന വളരെ ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. പലപ്പോഴും മാർക്കറ്റ് ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് പോകുന്നു, വീണ്ടും റിക്കവറി സംഭവിക്കുന്നു. ഈ വീക്ക് പോലും ഫ്രൈഡേ 10,604 നിന്നും എഗെയിൻ മാർക്കറ്റ് ഫ്രൈഡേയോടുകൂടി 10,820 വരെ ടച്ച് ചെയ്തു. മാർക്കറ്റ് ഓൾമോസ്റ്റ് 220 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻസ് ഓരോ വീക്കിലും വരുന്നുണ്ട്. അപ്പം നിഫ്റ്റിയിൽ ഇത്രത്തോളം വേരിയേഷൻസ് വരുന്നുണ്ട്. ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് പോകുന്നു. പ്രധാനമായിട്ടും മൺഡേ കറക്റ്റ് ചെയ്ത് ഫ്രണ്ട് റൺ സ്റ്റോക്കിലായിരുന്നു മേജർ കറക്ഷൻ സംഭവിച്ചത്. എന്നാൽ ആ കറക്ഷൻ സംഭവിച്ചു, ഇമ്മീഡിയറ്റ് തന്നെ മാർക്കറ്റ് റിക്കവറി സംഭവിച്ചു. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓൾറെഡി വലിയൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. ഫ്രണ്ട് റൺ സ്റ്റോക്കിലായിരുന്നു ഈ വീക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കറക്ഷൻ വന്നു. എന്നാൽ ആ സ്റ്റോക്കിലൊക്കെ തന്നെ വീണ്ടും റിക്കവറി സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലും ഈ ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും സംഭവിച്ചു. ഇന്ത്യയെ സംബന്ധിച്ച് ചില പൊളിറ്റിക്കൽ ഡിസിഷൻസ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ക്രോപ്സിന് വന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള മൂവ് തന്നെയായിരുന്നു. കാരണം 2019 വരാനിരിക്കുന്ന ഇലക്ഷന് അത് ലോക്കൽ സപ്പോർട്ട് പല സ്റ്റേറ്റിൽ നമുക്കറിയാം, ഫാർമേഴ്സിൻ്റെ സ്ട്രൈക്ക്, ഇതൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇമേജ് മോശമാക്കിയിരുന്നു. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവരുന്നത്. അതൊക്കെ 2019 മൂവ് ചെയ്യുന്ന ഇലക്ഷന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടായി മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ എടുക്കുന്ന ചില ഡിസിഷൻസൊക്കെ തന്നെ മാർക്കറ്റിൽ ചില പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ ഈ വോളറ്റിലിറ്റി അഗൈൻ കണ്ടിന്യൂ ചെയ്യാം. ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ വലിയൊരു റൈഡ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. മാർക്കറ്റിൽ ഇങ്ങനെയുള്ള വേരിയേഷൻസ് പലപ്പോഴും സംഭവിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സായിട്ട് മാർക്കറ്റിൻ്റെ മൂവ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും മാർക്കറ്റിൽ ഓരോ ബിഹേവിയറാണ്. അപ്പോൾ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് വരുന്നു, വീണ്ടും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുന്നു. ഈ വീക്ക് പോലും മൺഡേ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു, എഗൈൻ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷനാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബലി വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രേഡ് വാർ തന്നെയാണ്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണോ, ഇപ്പോൾ എന്തായാലും അതിൻ്റെ താരിഫ് ഫൈനലി ഫ്രൈഡേ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും, അത് ഗ്ലോബലി ഏതൊക്കെ രീതിയിൽ എക്കണോമിയിൽ ഇമ്പാക്റ്റ് ചെയ്യും, ഇതൊക്കെ ആയിരിക്കാം വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ് ഗ്ലോബൽ ന്യൂസ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഭുവനേന്ദ്രൻ, അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഓട്ടോമൊബൈൽ സെക്ടറിൽ വലിയൊരു മുന്നേറ്റം, പ്രത്യേകിച്ചും സെയിൽസ് രംഗത്ത് വലിയ നേട്ടമുണ്ടാകുന്നത് എൻ്റെ കണക്കുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. ടാറ്റ മോട്ടോഴ്സ് അടക്കമുള്ള സ്റ്റോക്കുകളിലൊക്കെ അതിൻ്റെ ഒരു മാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് പൊതുവെ നെക്സ്റ്റ് വീക്കിനെ നമുക്ക് കാണാൻ കഴിയുക? വിപണിയുടെ ഗതി അടുത്തയാഴ്ച ഏത് തരത്തിലായിരിക്കും? നെക്സ്റ്റ് വീക്ക് എഗെയിൻ ഒരു റിസൾട്ട് സീസണാണ്. അപ്പോൾ ആ റിസൾട്ട് സീസൺ അനുസരിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവും നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വീക്ക് പ്രധാനമായിട്ടും TCS, ഇൻഫോസിസ് ഈ രണ്ട് മേജർ IT കമ്പനികളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. TCS വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഫോസിസ് ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. എന്തായാലും ഈ രണ്ട് സ്റ്റോക്കിലും വലിയൊരു റൈഡ് സംഭവിച്ചു കഴിഞ്ഞു. IT സെക്ടറിൽ ഓവറോൾ എല്ലാം തന്നെ ഒരു റൈഡ് സംഭവിച്ചു. ഇനി അങ്ങോട്ട് മാർക്കറ്റിൻ്റെ മൂവ് തീരുമാനിക്കുന്നത് റിസൾട്ട് തന്നെ ആയിരിക്കാം. റിസൾട്ടും പൊളിറ്റിക്കലി വരാവുന്ന ന്യൂസ്, ഗ്ലോബൽ ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത് ഓരോ റിസൾട്ടിനനുസരിച്ചാണ്. ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടാണ്. ആ റിസൾട്ട് ഓരോ സ്റ്റോക്കിലേക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകണം. കാരണം അത് ഓരോ സെക്ടറിലേക്കും ഫോക്കസ് പോകണം. അപ്പോൾ ഈ ഒരു 1 മന്ത് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം വളരെ ക്ലോസ് ആയിട്ട് ഓരോ റിസൾട്ടുകളും വാച്ച് ചെയ്യണം.
അപ്പോൾ ആ റിസൾട്ടിനനുസരിച്ചുള്ള മൂവ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ഗ്ലോബൽ ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ചൈന US ട്രേഡ് വാർ, അതിൻ്റെ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഗ്ലോബൽ എക്കണോമിയിൽ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷൻസ്, ഇതൊക്കെ തന്നെ, അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റി, ഇതൊക്കെ തന്നെ മാർക്കറ്റ് മൂവ് ഫർദറായിട്ട് തീരുമാനിക്കും. എന്തായാലും നെക്സ്റ്റ് വീക്ക് വലിയൊരു റൈഡ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട, വളരെ കോഷ്യസ് ആയിട്ടിരിക്കേണ്ട മന്താണ്. വരും ദിവസങ്ങളൊക്കെ തന്നെ മാർക്കറ്റിനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം റിസൾട്ട് തന്നെയാണ്, അത് വളരെ കെയർഫുൾ ആകണം ഇൻവെസ്റ്റേഴ്സ്. ഓരോ റിസൾട്ടും ഓരോ സ്റ്റോക്കിലും ഇൻഫ്ലുവൻസ് ചെയ്യും, ഓരോ സെക്ടറിലും ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ ഒരു മന്ത് വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ട മന്താണ്. ഒന്ന് കോർപ്പറേറ്റ് റിസൾട്ട് തന്നെയാണ്, രണ്ട് എക്കണോമിക് ഡാറ്റ IIP, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ. ഈ രണ്ട് ഡാറ്റ നെക്സ്റ്റ് വീക്ക് പുറത്തു വരുന്നു. അത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ആണ്. രണ്ട് മേജർ റിസൾട്ട്, അതോടൊപ്പം രണ്ട് മേജറായിട്ടുള്ള ഡാറ്റ, ഇൻഫ്ലേഷനും IIP, ഈ രണ്ട് ഫിഗർ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്. ഇതാണ് ഫർദർ മാർക്കറ്റിൻ്റെ മൂവ് തീരുമാനിക്കുക. എന്തായാലും മാർക്കറ്റ് ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇതേപോലെ തന്നെ 10,714 ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. എന്നാൽ അതിൽ നിന്നും ഒരു മൊമെൻറ്റം വളരെ പോസിറ്റീവായിരുന്നു. എന്നാൽ മൺഡേ വീണ്ടും മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യണതെന്ന് ചെയ്തത്. വീണ്ടും 10,600 നിന്നാണ് റിക്കവറി സംഭവിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീക്കും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഡാറ്റകൾ ഇൻവെസ്റ്റേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. കാരണം ഈ ഡാറ്റകളാണ് മാർക്കറ്റിൻ്റെ ഫർദർ റൈഡ് തീരുമാനിക്കുന്നത്. ഓൾറെഡി വലിയൊരു റൈഡ് സംഭവിച്ചു. അതുകൊണ്ടാണ് കോഷ്യസ് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ന്യൂസുകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. പല ഘടകങ്ങളും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ടെക്നിക്കൽ ചാർട്ട് എന്താണ് പറയുന്നത്? എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ? മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവാണ് അഭിലാഷ്. ടെക്നിക്കലി മാർക്കറ്റ് അഗൈൻ ഒരു ക്രൂഷ്യൽ ലെവൽ എന്ന് പറയുന്നത് 10,850 ആയിരുന്നു. 890 ഒരു മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ 930 എന്ന് പറയുന്ന സെക്കൻഡ്സ് റെസിസ്റ്റൻസ് ആണ്. ഈ 10,890 വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിലുപരി ന്യൂസ് ഡ്രിവൺ ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്ന രണ്ട് മേജർ എക്കണോമിക് ഡാറ്റ വരുന്നുണ്ട്. ഈ ഡാറ്റ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഡാറ്റ രണ്ടും ബെറ്ററായി വരികയാണെങ്കിൽ 10,890 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവാണ്. ഇപ്പോൾ ഫ്രൈഡേ പോലും 10,820 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ്, ആ ഒരു ലെവൽ വന്നതിന് ശേഷമാണ് കറക്ഷൻ മോഡിലേക്ക്, ചെറിയ സ്ലൈറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത്. എന്തായാലും മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ് 10,890, 10,930 എന്ന് പറയുന്ന ലാസ്റ്റ് 1 മന്തായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഈ ലെവൽ വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ പലപ്പോഴും കറക്ഷൻ സംഭവിക്കുന്നത്. ദെൻ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് 10,670 ആണ്. ലാസ്റ്റ് വീക്ക് പറഞ്ഞ അതേ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 10,670 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സ്റ്റെബിലൈസ് ചെയ്ത് 10,550 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ രണ്ട് ലെവലിനുള്ളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. അതിൽ 10,550 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ മോശം റിസൾട്ടുകൾ വരികയും FIs ആക്റ്റീവായ സെല്ലിംഗ് മോഡിലേക്ക് മൂവ് ചെയ്യും, റുപ്പി വീണ്ടും വീക്കാവുക, ഇങ്ങനെയുള്ള കൺസേൺസ്, അതുപോലെ IIP, ഇൻഫ്ലേഷൻ പോലെയുള്ള ഫിഗറുകൾ മോശമായി വരിക, ഇങ്ങനെയൊക്കെ എല്ലാ നെഗറ്റീവ് ഡാറ്റകൾ വരികയാണെങ്കിൽ 10,550 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. എന്തായാലും ക്ലോസിംഗ് കുറച്ച് ബെറ്റർ ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് 10,890 എന്ന് പറയുന്ന ലെവൽ വളരെ ക്ലോസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യണം. അതിനുപരി ഞാൻ നേരത്തെ പറഞ്ഞ ഡാറ്റകൾ, കാരണം ഈ ടെക്നിക്കൽ ഒരു മാർക്കറ്റിൽ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് മൊമെൻറ്റം തീരുമാനിക്കുന്ന ന്യൂസാണ്, ന്യൂസ് ഡ്രിവൺ ആയിരിക്കും. അതോടൊപ്പം തന്നെ ന്യൂസ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക, പ്രത്യേകിച്ചും ഡാറ്റകൾ, റിസൾട്ടുകൾ നന്നായി വാച്ച് ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ ടെക്നിക്കൽ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരിക്കാം നെക്സ്റ്റ് വീക്ക് വരാനുള്ള സാധ്യത. എന്തായാലും 10,930 എന്ന് പറയുന്ന ലെവൽ വരുമ്പോൾ ഡൗൺ സൈഡ് നമ്മൾ ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പ്രോഫിറ്റുള്ള പൊസിഷനൊക്കെ തന്നെ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് അഡ്വൈസബിൾ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 10,550 ആണ്. 10,670 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഡ്രോപ്പ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ആ ലാസ്റ്റ് 1 മന്തായിട്ട് ഈ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഫണ്ടമെൻ്റൽസ് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക, കാരണം റിസൾട്ട്, മാക്രോ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുക, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോളജ് ലെവൽ വളരെ ഹൈ ആയിരിക്കണം. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിനെ നമ്മൾ
സമീപിക്കുമ്പോൾ. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ഓരോ ഡാറ്റയും വളരെ കൃത്യമായി സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അഡ്വൈസബിൾ. ടെക്നിക്കലി ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 10,550 to 10,600 എന്ന് പറയുന്നത്, 10,890 to 10,930 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനാണ് നെക്സ്റ്റ് വീക്ക് സാധ്യത. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. ഭൂനന്ദൻ, 2018 പൊതുവെ വോളറ്റൈലായ ഒരു വർഷമായിട്ടാണ് മാറിയിരിക്കുന്നത്. വലിയ തോതിലുള്ള ചാഞ്ചാട്ടം വിപണിയിൽ അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വിപണിയിലുള്ള നിക്ഷേപകർക്കും അതിൻ്റേതായ ഒരു ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു മികച്ച പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഒരു നല്ല പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഏതൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും? അഭിലാഷ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് നോളജ് ലെവൽ വളരെ ഹൈ ആയിരിക്കണം. കാരണം വളരെയധികം ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. അതിൽ നിന്ന് ബെസ്റ്റ് കമ്പനി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വളരെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ലീഡർഷിപ്പ് കമ്പനികളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കുന്നില്ല. പ്രത്യേകിച്ചും പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവരെ സംബന്ധിച്ച് ഈ മൾട്ടി ബാഗർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പെയിൻഫുള്ളാണ്. കാരണം പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് ഗ്രീഡ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. പലപ്പോഴും കൂടുതൽ പൈസ മണി മേക്കിംഗ് മെഷീനായിട്ടാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സ്റ്റോക്കിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് പോകാറുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പല സ്ഥലങ്ങളിലും ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല പ്രൊമോട്ടേഴ്സ് ഉള്ളത്, നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ളതും വെച്ചാൽ നല്ല ക്വാളിറ്റി പ്രൊമോട്ടേഴ്സിലേക്കും ക്വാളിറ്റി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോവുക. കാരണം നമുക്ക് റീസെൻ്റായിട്ട് അറിയാം, മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വളരെ ഡീപ്പായുള്ള കറക്ഷൻ സംഭവിച്ചു. ഒരു പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൽ വലിയൊരു ഡീപ്പ് കറക്ഷൻ സംഭവിച്ചാൽ അത് പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ആൻഡ് സ്റ്റോക്ക് മാരുതി അല്ലെങ്കിൽ അശോക് ലൈലാൻഡ്, HDFC പോലെയുള്ള സ്റ്റോക്ക്, ഇൻഫോസിസ് എടുത്താലും അല്ലെങ്കിൽ TCS എടുത്താലും ഇതിലൊക്കെ കറക്ഷൻ വന്നാലും ഡീപ്പായുള്ള കറക്ഷൻ വരാം. പക്ഷേ റിക്കവറിയും വളരെ ഫാസ്റ്റർ ഫേസിൽ വരാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരിക്കോ പോലെയുള്ള സ്റ്റോക്കിലേക്ക്. അതും ഇതൊരു റിസൾട്ട് സീസണാണ്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആകണം. കൂടുതലായിട്ടും ടിപ്സിന് പുറകെയും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിരിക്കില്ല. അപ്പോൾ പലപ്പോഴും ഒരു 10 to 15 ഇയേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ് പ്രൊമോട്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് റെഡി ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി സ്റ്റഡി ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. 1-2 ക്വാർട്ടർ മാത്രം സ്റ്റഡി ചെയ്താൽ പോരാ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, ഡിവിഡൻഡ് പേയിങ് ആണ്, ലാസ്റ്റ് ഒരു 10-15 ഇയേഴ്സിൻ്റെ സ്റ്റോക്കിൻ്റെ മൂവിങ് പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുക. അതായത് പറയുന്നത് നോളജ് ലെവൽ വളരെയധികം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിച്ചാൽ മിനിമം അതൊരു 5 സെക്ടറും 10 സ്റ്റോക്കും, 10 സ്റ്റോക്ക് വിത്ത് 5 സെക്ടർ, ആ രീതിയിലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്വാളിറ്റി സ്റ്റോക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ നമ്മൾ നന്നായി പഠിച്ചതിന് ശേഷം നമുക്ക് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പിലേക്ക് കൂടുതൽ റിട്ടേൺ തരുന്ന ലോവർ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകാം. പക്ഷേ അവിടെ നോളജ് ലെവൽ വളരെ ഹൈ ആയിരിക്കണം. റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് കൂടുതലായിരിക്കണം. കാരണം ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കിലൊക്കെ കറക്ഷൻ സംഭവിച്ചാലും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കും. ഇപ്പോൾ നിഫ്റ്റി നമുക്കറിയാം പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോഴും 10,800 മുകളിൽ നിൽക്കുമ്പോഴും പല സ്റ്റോക്കിലും ഡീപ്പായുള്ള കറക്ഷൻ പഴയ ഹൈയുടെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓരോ റൈഡിലും ഓരോ സ്റ്റോക്കുകൾ വരും. എന്നാൽ അടുത്ത മാർക്കറ്റ് കറക്ഷൻ ഇത് ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോകും, വീണ്ടും റിക്കവറി സംഭവിക്കില്ല. അതുകൊണ്ട് ഈ ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പുതുതായി വരുന്നവരെ സംബന്ധിച്ച് ആ ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കിൽ ഫോക്കസ് വരികയാണെങ്കിൽ കറക്ഷൻ സംഭവിച്ചാൽ ഇപ്പോൾ HDFC എടുത്താലും HDFC ബാങ്കോ, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കറക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻഡസ്ഇൻഡ് ബാങ്ക് എടുക്കുക, ടേക്ക് എനി സ്റ്റോക്ക്, ഇപ്പം മാരിക്കോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇതിലൊക്കെ കറക്ഷൻ സംഭവിച്ചാലും റിക്കവറി വളരെ ഫാസ്റ്റർ ഫേസിലായിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, അങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കൊണ്ടൊക്കെ തന്നെ, അതുപോലെ നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പോലെയുള്ള ന്യൂസുകൾ കൊണ്ടൊക്കെ തന്നെ ഈ ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കിലൊക്കെ കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ റിക്കവറിയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ഒന്ന് പ്രൊമോട്ടർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ പ്രോഡക്റ്റ്, അതുപോലെ അതിൻ്റെ ഫൈനാൻഷ്യൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നോളജ് ലെവൽ വളരെ ഹൈ ആയിരിക്കണം. ബാലൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റിന് മിനിമം 10 സ്റ്റോക്ക് ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ 5 സെക്ടർ സെലക്ട് ചെയ്യുക. അപ്പോൾ പലപ്പോഴും പല സെക്ടറും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് 5 സെക്ടർ 10 സ്റ്റോക്ക് ഈ രീതിയിലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതായിരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നല്ലത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ വിപണിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അവർ തങ്ങളുടെ സ്റ്റോക്കുകൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വിപണിയെ ബാധിക്കുന്നത്? ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നതാണോ? മറ്റ് പ്രധാനപ്പെട്ട വിപണികളിൽ നിന്നും ഇത്തരത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടോ? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല എമർജിംഗ് മാർക്കറ്റിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് കോസ്റ്റ് ഓഫ് ഫണ്ട് കൂടുന്നു, അവിടെ ട്രഷറി ഇൻകം കൂടുന്നു, അല്ലെങ്കിൽ ബോണ്ട് ഈൽഡ് കൂടുന്നു. ഇതൊക്കെ തന്നെ US ബോണ്ട് ഈൽഡ് കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതൊക്കെ തന്നെ ഒരു കൺസേൺ തന്നെയാണ്.
അതിലൊരു സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏണിംഗ് ഗ്രോത്ത് തന്നെയാണ്. വാല്യുവേഷൻ കുറച്ച് ഹൈ ആണ്. ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നമ്മളുടെ എക്വിറ്റിയുടെ ഒരു വാല്യുവേഷൻ കുറച്ച് ഹൈ ആണെന്നുള്ളൊരു അസംഷനാണ് അവർക്ക്. ആ ഹയർ വാല്യൂലായതുകൊണ്ട് തന്നെയാണ് അവർ വിഡ്രോ ചെയ്യുന്നത്. അവർ കോസ്റ്റ് ഓഫ് ഫണ്ട് കൂടുന്നു. ഇതൊക്കെ അത് ഇന്ത്യൻ മാത്രമല്ല, എമർജിങ് മാർക്കറ്റിൽ നിന്നെല്ലാം തന്നെ ഈ വിഡ്രോവൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ഏണിങ്സ് കുറച്ചുകൂടെ ബെറ്ററായി വരികയാണെങ്കിൽ മാത്രമേ FIs തിരിച്ചു വരികയുള്ളൂ. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹൈ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 10,000 ബിലോ നിഫ്റ്റി മൂവ് ചെയ്ത സമയത്ത് ഒരു വാല്യുവേഷൻ ഫെയർ ലെവലിലേക്ക് വന്ന സമയത്ത് ആക്റ്റീവായിട്ട് FIs പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബെറ്റർ GDP, അതുപോലെ IIP ബെറ്ററായി വരുന്നു. അങ്ങനെ എക്കണോമിക് ഡാറ്റകൾ വളരെ ബെറ്ററായി വരുന്ന സമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവായി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വാല്യുവേഷൻ കുറച്ചൊരു ഹൈ ആണെന്നുള്ളൊരു കൺസിഡറേഷനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആക്റ്റീവായി ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതും. ഈ വിഡ്രോവൽസിൻ്റെ ഒരു പ്രധാന റീസൺ അത് തന്നെയാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് FIsനെ ഇന്ത്യൻ മാർക്കറ്റിൽ തിരിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വളരെ നല്ലതാണ്. കാരണം ഇന്ത്യ വലിയൊരു കൺസ്യൂം സ്റ്റേറ്റ് ആണ്. ഈ ഫൈനാൻഷ്യൽ അസറ്റ്സിലേക്ക് വലിയൊരു ഷിഫ്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് നല്ലൊരു സൈൻ തന്നെയാണ്. നമ്മളുടെ മാർക്കറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി. അതുകൊണ്ടാണ് ഇത്രയേറെ ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡീപ്പായിട്ടുള്ള കറക്ഷൻ വരാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ ഇന്ന് നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ് നമ്മുടെ. അതുപോലെ റിഡംഷൻ പ്രഷറില്ല. ഈ പോയിന്റ് ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മെച്യൂർഡായി. ഇനി ഗ്ലോബലി വലിയ ക്രൈസിസ് വന്നെങ്കിൽ മാത്രമേ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ വാല്യുവേഷൻ ഫെയർ ആണെന്നുള്ളൊരു കൺസിഡറേഷൻ FIsന് വന്നാൽ FIs വീണ്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും റിസർവായി ഒരു ഫോറിൻ ഫണ്ട് ഇരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. കാരണം ഏതെങ്കിലും പോയിന്റിൽ മാർക്കറ്റിൽ ഡീപ്പ് കറക്ഷൻ സംഭവിച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. നമുക്കിനി കമ്മോഡിറ്റി കൂടി ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും ഗോൾഡും ക്രൂഡ് ഓയിലും. ഗോൾഡിലൊരു ചെറിയ ഇടിവ് ഈ വാരാന്ത്യത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ക്രൂഡ് ഓയിൽ വിലയിലും ചാഞ്ചാട്ടങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് കമ്മോഡിറ്റിയെയും താങ്കൾ കാണുന്നത്? അടുത്ത ആഴ്ച ഇവിടെ സാധ്യത എന്തായിരിക്കും? ക്രൂഡ് പ്രൈസ് ഒരു കറക്ഷൻ മോഡിലായിരുന്നു. US പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ്, US ഇൻവെൻട്രി കൂടി, ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ക്രൂഡ് പ്രൈസിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. സപ്ലൈ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസിൽ ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഗോൾഡ് പ്രൈസ് ഒരു മിക്സഡ് ട്രെൻഡായിരുന്നു. മേജറായിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു മിക്സഡ് ട്രെൻഡ്. നെക്സ്റ്റ് വീക്കും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത. ഗോൾഡ് പ്രൈസിൽ വലിയൊരു അപ്സൈഡിലേക്ക് പോകാനോ ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. ഈ ഒരു സ്റ്റാറ്റസ് നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ രണ്ട് കമ്മോഡിറ്റിയിൽ ക്രൂഡ് പ്രൈസിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനും ഗോൾഡ് പ്രൈസ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നത്. വളരെ നന്ദി ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. വിപണിയുടെ പ്രാഥമിക പാഠങ്ങൾ ബിഗിനേഴ്സ് ഗൈഡിലൂടെ നമ്മൾ തുടക്കത്തിലെല്ലാം പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടും ഒപ്പം തന്നെ ഒരു സ്റ്റോക്കുമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ എന്തൊക്കെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ സാധ്യതകൾ എന്തൊക്കെയുണ്ട്, എത്രത്തോളം വളർച്ചാ പൊട്ടൻഷ്യൽ ആ മ്യൂച്വൽ ഫണ്ടിനുണ്ട്, ഒപ്പം തന്നെ ഈ സ്റ്റോക്കും ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ആ കമ്പനി നടത്തുന്നത്, എന്താണ് ആ കമ്പനിയുടെ പ്രത്യേകതകൾ, അതിൽ ഏത് തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നെല്ലാം ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നു. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഒരു ലാർജ് ക്യാപ് ഫണ്ടാണ്, ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗ്രോത്ത് ആണ് ഫണ്ടിൻ്റെ ലക്ഷ്യം. ഇതിനായി ഇവർ വിവിധ സെക്ടറിൽ ഉള്ള കമ്പനികളുടെ ബ്ലൂ ചിപ്പ് സ്റ്റോക്സിൽ നിക്ഷേപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 22%, 5 വർഷത്തെ ശരാശരി റിട്ടേൺ 17%. ഫണ്ടിൻ്റെ നിക്ഷേപത്തിൽ 77% ബ്ലൂ ചിപ്പ് കമ്പനികളിലും 21% ലാർജ് ക്യാപ്പിലും 2% മിഡ് ക്യാപ്പിലുമാണ് നടത്തിയിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ 37% ഫിനാൻഷ്യൽ സർവീസസിലും, 15% ഓട്ടോ സെക്ടറിലും, 8% ടെക്നോളജിയിലും, 7% FMCGയിലുമാണ്. HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, മാരുതി സുസുക്കി, ബജാജ് ഫിനാൻസ്, TCS, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, L&T, പേജ് ഇൻഡസ്ട്രീസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, M&M, ഇൻഫോസിസ്, MRF, ഏഷ്യൻ മോട്ടോഴ്സ് എന്നീ സ്റ്റോക്സിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിപണി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഫണ്ടിൻ്റെ ഇറക്കത്തേക്കാൾ കയറുമ്പോൾ കൂടുതൽ കയറുന്ന സ്വഭാവം ഫണ്ടിന് ഉള്ളതിനാൽ ഭാവിയിലും ഇപ്പോഴത്തെ പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫണ്ടിൻ്റെ മറ്റു പെർഫോമൻസ് റേഷ്യോസും ഭേദപ്പെട്ടതാണ്. ലാർജ് ക്യാപ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിക്ഷേപകന് പരിഗണിക്കാവുന്ന ഒരു ഫണ്ടാണ് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട്.
Fund size 2081 crore, NAV 27.50 rupees, minimum investment 5,000 rupees and minimum SIP 1,000 rupees. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ തേർഡ് ലാർജസ്റ്റ് പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. 9 സെഗ്മെൻറ്റ്സിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓട്ടോമേറ്റീവ് സെഗ്മെൻറ്റ്, ഫാം എക്യുപ്മെൻറ്റ്, IT സർവീസസ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലോജിസ്റ്റിക്സ്. ട്രാക്ടർ മാനുഫാക്ചറിംഗിലും യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെൻറ്റ്സിലും ഹയസ്റ്റ് മാർക്കറ്റ് ഷെയർ M&Mനാണ്. ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് ഉതകുന്ന രീതിയിലുള്ള വെഹിക്കിൾസാണ് ഇവരുടേത്. കൂടാതെ മികച്ച ആഫ്റ്റർ സെയിൽ സർവീസസും ഇവർക്ക് ഒരു നല്ല ബ്രാൻഡ് ഇമേജ് നൽകുന്നു. ഏറ്റവും കൂടുതൽ ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ ഓട്ടോമേറ്റീവ് സെഗ്മെൻ്റാണ് മെയിൻ റവന്യൂ സോഴ്സ്. ഇത് കമ്പനിയെ സംബന്ധിച്ച് ഒരു വീക്ക്നെസ് ആണ്. ടാറ്റ മോട്ടോഴ്സ്, വോൾവോ, ഫോർഡ്, ജനറൽ മോട്ടോഴ്സ് എന്നിവരാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ്. ഗവൺമെൻറ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഏജൻസീസിൻ്റെ റെഗുലേഷൻസ് മാറുന്നത് ഇവരെ ബാധിക്കും. പക്ഷേ ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ വളർന്നു വരുന്ന ഡിമാൻഡും വരുന്ന വർഷങ്ങളിൽ എമർജിംഗ് നേഷൻസ് ഫോക്കസ് ചെയ്യാനുള്ള തീരുമാനവും കമ്പനിക്ക് ഗുണകരമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നെറ്റ് പ്രോഫിറ്റിൽ 50% വളർച്ചയുണ്ടായിട്ടുണ്ട്. സ്കോർപിയോ, ബലേറോ, ട്രാക്ടർ എന്നിവയുടെ സെയിൽസ് കൂടിയതാണ് ഇതിന് കാരണം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കറന്റ് മാർക്കറ്റ് പ്രൈസ് 920 rupees, ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 940 rupees. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.